വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കി ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുക എന്ന ഉദ്ദേശത്തോടെ ആസൂത്രണം ചെയ്ത ഒറ്റ ദിവസത്തെ പണിമുടക്കിൽ ഇസ്രായേൽ 10,000 പങ്കെടുത്തത്. അവശേഷിക്കുന്ന 97 ഇസ്രായേലി ബന്ദികളെ സുരക്ഷിതമായി അവരുടെ വീടുകളിൽ എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതിനായിരുന്നു 10,000 അണിനിരുന്ന ഒറ്റ ദിവസത്തെ പണിമുടക്കിന് തുടക്കം കുറിച്ചത്. പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ടെലവീവിലെ ബെൻഗുറിയൻ വിമാനത്താവളത്തിൽ മണിക്കൂറുകളോളം വിമാന സർവീസിന് തടസ്സം നേരിട്ടു. എന്നാൽ അമേരിക്കയിലേക്കുള്ള വിമാന സർവീസിനെ ഇത് ബാധിച്ചില്ല. അതേസമയം ഈ പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതവും നിയമവിധേയമല്ലാത്തതുമാണെന്ന് ഗവൺമെന്റിന്റെ വാദം ലേബർ കോർട്ട് ശരിവെക്കുകയും ഗവൺമെന്റിന് അനുകൂലമായി വിധി വരികയും ചെയ്തതിനാൽ പണിമുടക്ക് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. അതോടുകൂടി വിമാന സർവീസുകൾ വീണ്ടും പഴയ രൂപത്തിലായി. അതേസമയം ഇസ്രായേലിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയന്റെ നേതാവ് പറഞ്ഞത്, ഞാൻ ഈ കോടതി വിധിയെ മാനിക്കുന്നുവെന്നും എന്നാൽ പണിമുടക്ക് ഇപ്പോഴും ഒരു പ്രധാന നടപടിയിൽ നിൽക്കുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ബന്ദികളുടെ കുടുംബങ്ങളുടെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘം പറഞ്ഞത്, കോടതി വിധിയുണ്ടെങ്കിലും പൊതുജനങ്ങൾ ഈ പ്രതിഷേധ പ്രകടനം തുടരണമെന്നാണ്. നെതന്യാഹു അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് വളരെ കണിശക്കാരനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെയുള്ള മന്ത്രിമാരെയും പാർലമെന്റ് അംഗങ്ങളെയും സ്വാധീനിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. ജനങ്ങളെ രക്ഷിക്കൂ, ബന്ദികളെ രക്ഷിക്കൂ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. 6 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹം തെക്കൻ ഗസയിലെ ടണലിൽ നിന്നും കണ്ടെടുത്ത റിപ്പോർട്ടിനെ തുടർന്നാണ് ഇസ്രായേൽ അടുത്തിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഷേധ സമരം അരങ്ങേറിയത്. ഏകദേശം 5 ലക്ഷത്തോളം ഇസ്രായേലികൾ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തുവെന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ 3 ലക്ഷത്തോളം ആളുകൾ ടെലവീവിൽ മാത്രം പങ്കെടുത്തുവെന്നാണ് പറയുന്നത്. ബന്ദികളുടെ ബന്ധുക്കൾ പറയുന്നത്, ബന്ദികൾ തിരികെ എത്തും വരെ ഞങ്ങൾ ഈ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ്. അതേസമയം ഗസയിലുടനീളം ഇസ്രായേലിന്റെ ആക്രമണം നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ജബാലിയ സ്കൂൾ ഗേറ്റിൽ ഇസ്രായേലിന്റെ ഷെല്ലിങ്ങിൽ നിരവധി ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലി സൈന്യത്തിന്റെ മറ്റൊരു ആക്രമണത്തിൽ ഗസയുടെ പടിഞ്ഞാറൻ സിറ്റിയിൽ ഒരു കാർ കത്തിയമർന്നു. ഈ ആക്രമണത്തിൽ 4 ഫലസ്തീനികളും കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടെ ഗസയിൽ കൊല്ലപ്പെട്ടത് 50-ലധികം ഫലസ്തീനികളാണ്. പോളിയോ വാക്സിനേഷൻ നൽകുന്ന ആശുപത്രിക്ക് പുറത്താണ് ഇസ്രായേലി വ്യോമാക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ രക്ഷിതാക്കൾ ഭയപ്പെട്ടു. പോളിയോ വാക്സിൻ നൽകുന്ന ഓരോ ദിവസവും 9 മണിക്കൂർ വെടിനിർത്തുമെന്ന് വാഗ്ദാനം ചെയ്ത അതേ ഇസ്രായേൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ ബോംബുകൾ വർഷിക്കുന്നതും. അതാണ് ജൂതരാഷ്ട്രത്തിന്റെ മനുഷ്യത്വവും ധാർമ്മികതയും. ഹോസ്പിറ്റലിന്റെ ഗേറ്റിനരികിൽ നിന്നും വെറും 8 മീറ്റർ മാറിയാണ് ഇസ്രായേൽ ബോംബ് വർഷം നടത്തിയത്. അതേസമയം ടെന്റുകളിൽ താമസിക്കുന്ന കുട്ടികളിൽ മാരകമായ ചർമ്മരോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. യുദ്ധത്തിന്റെ കെടുതി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഗസയിലെ കുട്ടികളാണ്. ഗസയിലെ കുട്ടികൾക്ക് പോളിയോ വാക്സിനുകളും മറ്റു പല അസുഖങ്ങൾക്കുള്ള വാക്സിനുകളും ലഭിച്ചതിൽ അവരുടെ രക്ഷിതാക്കൾ സംതൃപ്തരാണ്. പക്ഷേ ആ സന്തോഷവും ദീർഘനേരത്തേക്ക് ഉണ്ടാവില്ല എന്നത് അവർ തിരിച്ചറിയാതെ പോകുന്ന സത്യമാണ്. എല്ലാ വാക്സിനുകളും നൽകിയിട്ടും ഇസ്രായേലിന്റെ മിസൈലുകളും ബോംബുകളോ അപഹരിച്ചു കൊണ്ടുപോകാനുള്ളതാണ് ഫലസ്തീൻ കുട്ടികളുടെ ജീവനെങ്കിൽ പിന്നെന്തിനാണ് ഈ വാക്സിൻ എന്ന പ്രഹസനം? ഫലസ്തീൻ കുഞ്ഞുങ്ങളുടെ നരകയാതനയെ അവസാനിപ്പിക്കാനെങ്കിലും യുദ്ധം നിർത്തേണ്ടത് അനിവാര്യമാണ്. ഫലസ്തീനികളിൽ പലരും പറയുന്നത്, ഞങ്ങളുടെ കുട്ടികൾക്ക് വാക്സിൻ അല്ല വേണ്ടത്, ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ്. ദിവസവും ഒരു ദിക്കിൽ നിന്നും മറ്റൊരു ദിക്കിലേക്ക് ഓടിപ്പോകുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്നാണ് ഫലസ്തീനികൾ പറയുന്നത്. അത്രമാത്രം ഈ ജനത സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തിരിക്കുന്നു. നീണ്ട 11 മാസമാണ് യാതൊരു ദയവുമില്ലാതെ അവരെ ജനിച്ച നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചത്. ഇപ്പോഴും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈകെട്ട ജനങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് മരണമാണ് കൂടുതൽ കരണീയമായിട്ടുള്ളതെന്നും അതോടുകൂടി ഭൂമിയിലെ ദുരിതങ്ങൾക്ക് അറുതി ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനയും എത്രയും പെട്ടെന്ന് മരണം വന്ന് കൂട്ടിക്കൊണ്ടുപോകണമേ എന്നാണ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുന്നത് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാർ ഉറപ്പിക്കാൻ നെതന്യാഹു വേണ്ടത്ര ശ്രമിക്കുന്നില്ല എന്നാണ്. തെക്കൻ ഗസയിൽ നിന്നും ഒരു അമേരിക്കൻ ഇസ്രായേലിയുടെ ഡെഡ് ബോഡി കണ്ടെടുത്തതിനു ശേഷം അമേരിക്കൻ നെഗോഷിയേഷൻ ടീമുമായുള്ള ചർച്ചയ്ക്കിടെയാണ് ബൈഡൻ ഇത് പറഞ്ഞത്. ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഹമാസ് ഇസ്രായേലും തമ്മിലുള്ള കരാർ അവസാനിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി വേണ്ടത്ര ശ്രമിക്കുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനിടയിലാണ് ബൈഡൻ ഇങ്ങനെ പറഞ്ഞത്. അതേസമയം ഇസ്രായേലിന്റെ സഖ്യകക്ഷികളായ രാജ്യങ്ങളിൽ ആഭ്യന്തരവും അന്തർദേശീയവുമായ സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇസ്രായേലിനോട് വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിനും അതുവഴി ബന്ദികളെ തിരികെ നാട്ടിലെത്തിക്കുന്നതിനും. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇസ്രായേലിലേക്ക് ആയുധം കയറ്റി അയക്കുന്ന 350 ലൈസൻസുകളിൽ 30 റദ്ദു ചെയ്തു.
ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത് ബ്രിട്ടൻ കയറ്റി അയക്കുന്ന പല ആയുധങ്ങൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്ക് എതിരായാണെന്നാണ്. 2022 മുതൽ ജൂൺ 2023 വരെ $75 മില്യൺ ആയുധങ്ങളാണ് ബ്രിട്ടൻ ഇസ്രായേലിന് വിൽപ്പന നടത്തിയത്. ഇതിൽ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉൾപ്പെടുന്നു. കൂടാതെ ആളില്ലാ വിമാനങ്ങളുടെ പാർട്സുകൾ, F-16 യുദ്ധവിമാനങ്ങളുടെ കോമ്പണന്റ്സ് ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇവയെല്ലാമാണ് ഇപ്പോൾ ബ്രിട്ടൻ റദ്ദു ചെയ്തിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിന്റെ ലേബർ കോർട്ടിന്റെ വിധിക്ക് ശേഷവും ആയിരക്കണക്കിന് ആളുകളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഇസ്രായേലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് നെതന്യാഹുവിനോട് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കണമെന്നാണ്. എന്നാൽ ഒരു ഇസ്രായേൽ ടിവിയിൽ പ്രത്യക്ഷപ്പെട്ട നെതന്യാഹു ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ കഴിയാത്തതിൽ ജനങ്ങളോട് മാപ്പ് ചോദിച്ചു. പ്രതിഷേധക്കാരിൽ ഒരാൾ പറഞ്ഞത് ഇസ്രായേൽ ഗവൺമെന്റ് ബന്ദികളുടെ ജീവന് വില കൽപ്പിക്കുന്നില്ല എന്നാണ്.